ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോ അവസാനിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ വെട്ടിച്ചിറ ചുങ്കം ഭാഗത്തുനിന്ന് വന്ന് ഇപ്പോൾ ടോൾ പ്ലാസൻ്റെ അടുത്തേക്കാണ് വന്നിരുന്നത്. ടോൾ പ്ലാസൻ്റെ അടുത്ത് വരെ നമ്മൾ കാണിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. ഇതാണ് ടോൾ പ്ലാസ. ടോൾ പ്ലാസൻ്റെ വർക്കൊക്കെ നമ്മൾ അതിനെപ്പറ്റി ഫുള്ളായിട്ട് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഇതാണ് ടോൾ പ്ലാസൻ്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ ഭാഗത്തേക്കാണ് പോകുന്നത്, കഞ്ഞിപ്പുര ഭാഗത്തേക്ക്, കരിപ്പോൾ ഭാഗത്തേക്ക്. ആ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതുതായിട്ട്. അവിടെ നല്ല രീതിയിലുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ കമൻറ്റുകൾ എഴുതുമ്പോൾ ഞാൻ തിരിച്ച് നിങ്ങൾക്ക് കമൻറ്റുകൾ മറുപടി അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇവിടെ വരുമ്പോൾ, കുറച്ച് മുന്നേ വരുമ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഇവിടെ ഒരു നമ്മുടെ വാഹനങ്ങളൊക്കെ വെയിറ്റൊക്കെ നോക്കുന്ന ഒരു മെഷീൻ സംവിധാനം ഉണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഭാഗത്ത് ഇതാണ് ആ സംവിധാനം. ഇതിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതുപോലെ അതിൻ്റെ സ്റ്റാഫുകൾക്ക് ഇരിക്കാനുള്ള ഒരു ക്യാബിനൊക്കെ അവിടെ റെഡിയാണ്. ഇവിടെ വരുമ്പോൾ കാണാം. ആ ഭാഗത്തേക്ക് വെയിലുകൊണ്ട് ചിലപ്പോൾ കാണും തോന്നില്ല. അപ്പോൾ ആ സൈഡിൽ നിന്ന് പോയിട്ട് കാണിക്കാം. അവിടെ ഒരു കുറേ സ്റ്റാഫുകൾക്കൊക്കെ താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് പോലെ സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. റോഡിനൊക്കെ വലിയ വീതി തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇനി അധികമൊന്നും വർക്കുകൾ നടക്കേണ്ടതില്ല. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് ഇനി നല്ല വർക്കുകളുണ്ട്. കഞ്ഞിപ്പുര ഭാഗത്ത് അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അതിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ ഒരുപാട് നടക്കേണ്ടതുണ്ട്. നമുക്ക് ആ ഭാഗത്തൊക്കെ പോവാം. ഇവിടെ ഒരു വീട്, ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നത് കാണാം നമുക്ക്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകുന്നത്. ഈ സൈഡിൽ നിന്ന് മാറുകയാണ്. ആ ഭാഗത്തൊന്നും വർക്ക് കഴിയാത്തതുകൊണ്ട്. പിന്നെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ കുറേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ആ ഭാഗത്തേക്കൊക്കെ പോയി നോക്കാം. ആ ഭാഗത്തേക്കൊക്കെ എന്താണ് വർക്ക് ഇപ്പോൾ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ഈ ക്വാർട്ടേഴ്സിൻ്റെ പുറകിൽ ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ നടക്കുന്നുണ്ട്, അതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ക്വാർട്ടേഴ്സ്. അതിന് ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇവിടെ ഗ്രില്ല് വെച്ചിട്ടില്ല. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. കണ്ടില്ലേ? കഞ്ഞിപ്പുര ഭാഗത്തേക്ക്, കരിപ്പോൾ കഞ്ഞിപ്പുര ഭാഗത്തേക്കാണ് ഉള്ള. ആ ഭാഗത്താണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളത്. ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞു. നമ്മുടെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ നമ്മളിപ്പോൾ കാണിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ആ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. ഇവിടെയും കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. കുറേ ഭാഗത്ത് ഷീറ്റിൻ്റെ വർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് തോന്നുന്നുണ്ട്. കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. നല്ല കട്ടിയിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ടോൾ പ്ലാസ. അവിടം വരെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ, ഇതിൻ്റെ താഴെയുള്ള വീഡിയോ ഒന്ന് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു മണ്ണൊക്കെ മാറ്റിയത് കാണാം നമുക്ക്. ഡ്രെയിനേജ് തന്നെയാണ് ഇവിടെ. അതിനുള്ള ബാക്കി ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ടാറിങ് ഉണ്ടാകൽ. ഇവിടെ നിന്നുള്ള ആ ഭാഗത്തേക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള
ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്തതാണ്. ഇനി അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം, ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ നിൽക്കാനുള്ള ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങാണിത്. ഇപ്പോൾ നമ്മൾ കരിപ്പോള് ഭാഗത്താണ് വന്നിട്ടുള്ളത്. കരിപ്പോള് ഭാഗത്ത് കാണാൻ നമുക്ക് വർക്ക് നടക്കുന്നത് ഒരു മെഷീൻ ഉപയോഗിച്ചുള്ള ഒരു വർക്ക് നടക്കുന്നത് കാണാം. ഇങ്ങനെ ഒരു വരമ്പ് പോലുള്ള ഒരു ഭാഗം ചെയ്യുന്നൊരു ഇതാണ്. ഇങ്ങനെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് മെഷീൻ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു വർക്ക് ഇവിടെ നടക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഒരു വരമ്പൊക്കെയാണ് വെക്കുന്നത്. റോഡിൻ്റെ എൻഡ് ഭാഗത്ത് കാണാം ലോറിയിൽ നിന്ന് മിക്സ് കൊണ്ടുവന്ന് തട്ടിക്കൊടുക്കുന്നു. മെഷീൻ ഉപയോഗിച്ച് കൊണ്ട് ലെവൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് കരിപ്പോള് ഭാഗത്തു നിന്നാണത്. കരിപ്പോള് ഭാഗത്ത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ കുറേ ഭാഗത്ത് വലിയ പാറകളായിരുന്നു. ഈ പാറകളൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് വൈകിയതാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് കാണാം വലിയ പാറകളാണ്. ഇവിടെ നല്ല സ്ട്രോങ് പാറകളായതുകൊണ്ട് കുറച്ച് പണിയൊക്കെ ഒന്ന് ഡിലേ ആയിരുന്നു. ഇതാണ് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഭാഗത്ത് ഇനിയും ഇവിടുന്ന് മണ്ണെടുത്ത് പോകാനുണ്ട്. റോഡിൻ്റെ അതിരുഭാഗം ഇതാണ് കാണാം. നമുക്ക് സർവീസ് റോഡൊക്കെ വർക്ക് കഴിഞ്ഞാൽ അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സർവീസ് റോഡ്. നമ്മൾ സർവീസ് റോഡിൻ്റെ കാഴ്ച കാണിച്ചു നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു അണ്ടർപാസ് ഒരു ഓവർപാസ് ഉണ്ട്. അതിൻ്റെ വർക്കാണ്. ഈ സൈഡിൽ ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സൈഡിൽ സെൻട്രൽ ഭാഗത്തും ആ ഭാഗത്തും കഴിഞ്ഞിട്ട് ഇനി സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ വർക്ക് നടക്കേണ്ടതുള്ളത്. അതാണ് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഇവിടെ അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് കൂടെ വർക്ക് കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഭാഗത്തെ വർക്കും കൂടെ കഴിഞ്ഞ് ഇത് മുകളിൽ സ്ലാബും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗത്തിലായിരിക്കും വർക്ക് നടക്കുക. ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് എടുത്ത് മാറ്റുന്ന വർക്കൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നൊക്കെ മണ്ണ് കൊണ്ടുപോകുന്ന വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ ഭാഗത്തേക്ക് സിമൻറ്റ് സ്പ്രേ ചെയ്ത് ഉള്ള വർക്കൊക്കെ സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. വലിയ വലിയ പാറകളായതുകൊണ്ടായിരിക്കാം കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവർ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് അറിയില്ല. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് അവിടെ ഭാഗത്ത് മാത്രം ഒഴിവാക്കി വിട്ടേക്കുക. ഇതൊക്കെ നമ്മളെ പഞ്ചായത്ത് റോട്ടിലാണ് ഇങ്ങനെയൊക്കെ കാണാൻ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. കരിപ്പോള് ഭാഗത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ പ്രേക്ഷകർ പ്രവാസികളായ ആളുകളൊക്കെ പറഞ്ഞിരുന്നു, കമൻറ്റ് ചെയ്തിരുന്നു. അതുപോലെ നിങ്ങളും കമൻറ്റുകളൊക്കെ എഴുതുക. ചിലപ്പോൾ പല തെറ്റുകളൊക്കെ പറയുന്നുണ്ടാകും വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അറിയുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾ തിരുത്തുക. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പോള് ഭാഗത്തുനിന്ന്. ഇനി നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തോട്ടാണ് പോകുന്നത്. കഞ്ഞിപ്പുര ഭാഗത്ത് ഉള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഒരു ഏറെക്കുറെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ പോയി നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ടിപ്പർ ഇവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ഇതാണ് ഈ ഭാഗത്തൊക്കെ
ഉള്ള മണ്ണുകൾ ഇതുപോലെയുള്ള ടിപ്പറിൽ എടുത്തിട്ട് വേറെ ഭാഗത്തേക്ക് ആവശ്യമായുള്ള ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ KNRCL ഒരുപാട് വണ്ടികളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ചില ഭാഗത്തൊക്കെ ഈ ഇത് ഒഴിവാക്കി വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ അവരെ വീട്ടിലേക്കൊക്കെ ഉള്ള വഴി വിട്ടുകൊടുത്തതായിരിക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഉള്ളോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുൻഭാഗത്തേക്ക് എന്താണ് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരു ചെറിയ റോളർ മെഷീന്. ഇതാണ് ഇതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കരിപ്പോൾ ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഇവിടെ അങ്ങനെയൊന്നും വർക്ക് നടന്നിട്ടില്ല, കുറേ ആയിട്ട് ഈ ഭാഗത്തൊന്നും വർക്ക് നടന്നിട്ടില്ല. നമുക്ക് കാണാം, കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമാണ് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊക്കെ മണ്ണെടുത്താൽ മാത്രമേ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ആ ഫ്ലൈ ഓവറിൻ്റെ ആ വർക്കിൻ്റെ ആ ഭാഗത്തേക്ക് അവിടെ നിന്നുള്ള മണ്ണൊക്കെ എടുത്ത് മാറ്റിയതിൻ്റെ ശേഷമാണ് അവിടെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം ആ ഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടതാണ് കരിപ്പോൾ ഭാഗത്തുനിന്ന് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് കുറേ ദൂരം ടാറിങ് കഴിഞ്ഞൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് വന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കഞ്ഞിപ്പുര ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ ടാറിങ് ചെയ്ത ഭാഗത്ത് ജോയിൻറ്റിങ് നടക്കുകയാണ്. ഈ മുകൾ ഭാഗത്ത് അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഫിനിഷിങ് ടാറിങ് ആണ് ഇവിടെ കഴിയാനുള്ളത്. ഈ ഭാഗത്തേക്കൊക്കെ ഫിനിഷിങ് ടാറിങ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ കുറച്ച് ഭാഗത്ത് ഫിനിഷിങ് ടാറ് മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വേറൊരു കോമഡി ഉണ്ട് ഇവിടെ ഇപ്പോഴും എടുത്തു മാറ്റാത്തത്, ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് ഇവിടെ ജോയിൻറ്റിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് ടാറിങ് മുന്നേ ചെയ്തത് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ സിമൻറ്റ് ചാക്ക് അതുപോലെ ചാക്കൊക്കെ വെച്ചുകൊണ്ട് വിട്ടതായിരുന്നു. ഇനി ഇത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കണേ കാണാം നമുക്ക്. ഇതാണ് നമ്മുടെ മൂടാൽ ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു റോഡ്. ഈ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കാണുന്നു. എത്രത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഞ്ഞിപ്പുര മുതൽ മൂടാൽ വരെയുള്ള ഈ റോഡ് വർക്കൊക്കെ കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അറിയാം. ഇപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ ക്രാഷ് ബാരിയർ ചെയ്യാനുള്ളൂ. അത് ആ ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ കുറച്ച് വർക്ക് ഈ ഭാഗത്തുനിന്ന് കാണുന്നത്. പിന്നെ ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ ഈ കമ്പിയൊക്കെ കൊടുക്കൽ. അത് ബെൽഡ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും ബെൽഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട് വർക്കേഴ്സ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ വന്നിട്ടുള്ള ഒരു ചെറിയ അണ്ടർപാസ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ എന്നുള്ളത്. ഒരു ഫ്ലൈ ഓവർപാസ് എന്താണെന്ന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ചില സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.
ഇതാണ് ഇവിടെ റോഡും ഈ ഭാഗവും കൂടെ തമ്മിൽ ജോയിൻ്റ് ആക്കിയിട്ടില്ലായിരുന്നു. ആ ജോയിൻറ്റിങ് ആണ് ഇത്. ഇവിടെ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് നിറച്ചതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇതാ പുതുതായിട്ട് വീണ്ടും ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റോഡിൻ്റെ ഒരു ഘടന തന്നെ. ഇവിടെ ഒരു വേറെ രീതിയിലാണ്. ഇങ്ങോട്ടൊരു ചെരിവും അങ്ങോട്ടൊരു ചെരിവും. ഇവിടെ ഏറ്റവും വലിയ കോമഡി ഇതാണെന്നാണ് പറഞ്ഞത്. ഇത്ര സമയമായിട്ടും ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ടില്ല. ഇതാണ് ഈ സൈഡിലൂടെ പോകുന്ന, ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്ന ലൈനാണ്. ഇത് എടുത്തു മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് മാറ്റുമായിരിക്കാം, പക്ഷേ ഇതുവരേക്കും മാറ്റിയിട്ടില്ല. ഇത് നമ്മുടെ കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് കാടാമ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണിത്. ഇതാണ് സർവീസ് റോഡ്. നമ്മളെ താഴെ സർവീസ് റോഡ് കാണാം. ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ് പുതുതായിട്ട് ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഹൈവേൻ്റെ വർക്ക് തുടങ്ങിയതിന് ശേഷം ഹൈവേൻ്റെ അടുത്ത് കുറേ ആളുകൾ പുതുതായിട്ടൊക്കെ ബിൽഡിങ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ പുതുതായിട്ട് ടാറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി ഈ ഭാഗത്തും കൂടെ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും ഇനി വർക്കുകൾ നടക്കേണ്ടതില്ല. ഈ സെൻറ്റർ ഭാഗത്തുള്ള ക്രാഷ് ബാരിയർ പറഞ്ഞാൽ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ് അധികം വെക്കാറുള്ളത്. അതൊക്കെ അതിനുള്ള ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. ഈ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്ക് തീരാവുന്നുള്ളൂ. അത് വെക്കലും പിന്നെ ഇതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ഓരോ കോട്ടി ടാറിങ് കൂടെ ചെയ്താൽ ചിലപ്പോൾ ഫിനിഷിങ് ആയിരിക്കും. അതോ ഇത് ഫിനിഷിങ് ടാറിങ് ആണെന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് ഫിനിഷിങ് പോലെ തോന്നുന്നില്ല. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ചെറിയ വർക്കുകളൊക്കെ ഉള്ളൂ ഇനി ഇവിടെ ഈ ഭാഗത്ത്. ഇതും മെഷീന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വർക്കാണ്. പെട്ടെന്ന് തീരാവുന്നതാണ്. ഈ സൈഡിലെ ക്രാഷ് ബാരിയർ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട പോലുള്ള ഒരു ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്ന ഒരു മെഷീനുണ്ട്. ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീരാവുന്നതാണ്. ഇതാണ് ഇവിടെ ഇപ്പോൾ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു റോളർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്. വളരെ ദൂരത്തിലേക്ക് ഇവർ ടാറിങ് ചെയ്യുന്നുണ്ട്. 1 കിലോമീറ്ററൊക്കെ ഒരു ദിവസം തന്നെ ഇവർ ചെയ്യുമെന്നാണ് ഒക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ നല്ല ദൂരത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇവർ ടാറിങ് ചെയ്തിട്ടുണ്ട്. ആണ് അവിടെ നിന്ന് അത്രയും ദൂരം ഭാഗത്തേക്ക് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇവർ തീർത്തിട്ടുണ്ട് വർക്ക്. ഇപ്പോൾ കഞ്ഞിപ്പുര മുകൾ ഭാഗത്താണ് ഇപ്പോൾ ആ റോഡിൻ്റെ ലെവൽ ചെയ്ത ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഭാഗത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മുടെ കഞ്ഞിപ്പുര കരിപ്പോള് ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. വെയിൽ കൊണ്ട് പോകാൻ ഭയങ്കര മടി തോന്നുന്നുണ്ട്. നല്ല വെയിലാണ്. എൻ്റെ സുഹൃത്തുക്കളെ, വെയിലൊന്നും വകവെക്കാതെ ഞാൻ വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ. സപ്പോർട്ട് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ ലൈക്ക് ചെയ്തിട്ടും പുതുതായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊക്കെ തരുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ. ആ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ആവേശത്തോടെ വെയിലൊന്നും മഴയൊന്നും നോക്കാതെ ഓടി നടക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തുടർന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ലൈക്ക് പറഞ്ഞാൽ വെറും സിമ്പിളായൊരു കാര്യമാണ് ലൈക്ക്. അതൊന്ന് ചെയ്താൽ നമുക്ക് വളരെ സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്. വളരെ വീഡിയോൻ്റെ ഒരു റീച്ചൊക്കെ കൂടുക സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയേണ്ടത്. കണ്ടില്ലേ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ചൂടാണ്. ടാറ് ഇപ്പോൾ ചെയ്യുന്ന ടാറായതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇവിടെ ടാറിങ് നടക്കുന്നുണ്ട്. റോഡ് ഒരു സൈഡ് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെഷീനറീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പണിക്കാരൊക്കെ ഉണ്ട്. ടാറ് കൊണ്ടുവരുന്ന വണ്ടി അവിടെ ഉണ്ട്. ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. അതാണ് കണ്ടില്ലേ, ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട് കരിപ്പോള് ഭാഗത്ത്. ഇവിടെ നമ്മുടെ അവിടെയുള്ള അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ വന്നതിന് ശേഷം വാഹനങ്ങൾ ഇതിലേക്ക് ഹൈവേയിലേക്ക് കയറാനുള്ളത്. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇത് കാണുന്നുണ്ട്. അത് അടക്കമൊന്നും തോന്നുന്നുണ്ട്.
അറിയില്ല. ഇവിടെ ഒരു കണ്ടിട്ട് ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് കുറച്ച് മണ്ണെടുത്ത് മാറ്റാനുണ്ട്. ഇവർ തീരുന്ന ഭാഗത്ത് ഉടൻ പെട്ടെന്ന് ടാറിങ് നടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എവിടെയൊക്കെ വർക്ക് ലെവൽ ചെയ്തു, പെട്ടെന്ന് ലെവൽ ചെയ്ത ഭാഗങ്ങളുണ്ട്, ആ ഭാഗത്തൊക്കെ പെട്ടെന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഉടൻ ടാറിങ് നടക്കുകയാണ്. ഇപ്പം അങ്ങനെയാണ് എല്ലാ ഭാഗത്തും ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ളൊക്കെ കാഴ്ച. ഇതാണ് വർക്കേഴ്സ് ഇവിടെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെഷീനൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഒരു ഇതാ ഇങ്ങനെ ഷവൽ ഉപയോഗിച്ച് കൊണ്ടുള്ള മെറ്റലാണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റണില്ല, നല്ല ചൂടാണ്. ചൂടുണ്ട്, പിന്നെ ഒരു പെട്രോളിൻ്റെ മണം, ഡീസലിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മുടെ വട്ടപ്പാറ ഭാഗത്തു നിന്നുള്ള കാഴ്ച ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഉടൻ വരുന്നതായിരിക്കും വട്ടപ്പാറ ഭാഗത്തു നിന്നുള്ള വീഡിയോ. ആ ഭാഗത്തൊക്കെ എന്തൊക്കെ പുതിയതായിട്ട് മാറ്റങ്ങൾ വന്നു എന്ന് നോക്കണം. എനിക്കും എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് അറിയാൻ വളരെ താല്പര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള ഈ ഭാഗത്തുള്ള കാഴ്ച. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അതുവരേക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.